ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ചാനൽ ഫസ്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻ്റായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് സ്കൂൾ ലീവായതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. നമ്മളുടെ ഷോക്കേസൊക്കെ ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത്, അപ്പോൾ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മളുടെ വീട്ടിലെപ്പോഴും ഹാളിലുള്ള ഷോക്കേസിനകത്ത് ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. കാരണം മക്കൾ എന്ത് കിട്ടിയാലും അവിടെ കൊടുത്തിട്ടാണ് പ്ലേസ് ചെയ്യുക. അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും ഷോക്കേസ് ഒന്ന് നീറ്റാക്കി വെക്കണം എന്ന് മനസ്സിലുണ്ടാവും, ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നുണ്ടാവും. ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ പോവാറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ അതൊന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷോക്കേസിനകത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഷോക്കേസ് കാണുന്ന ടൈമിൽ നമുക്ക് അതിനകത്ത് പൊടികളും കാര്യങ്ങളും ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ അതിനുള്ള ഫ്ലവേഴ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കയ്യിൽ നിറയെ പൊടി ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. നിറയെ പൊടി, അതുപോലെ സൈഡിലൊക്കെ മാറാല പിടിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു ക്ലോത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒരു മന്തിലി ഒരു തവണ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീടുകളിൽ ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ കുറയും കേട്ടോ. കുറയും മീൻസ് നമുക്ക് എപ്പോഴും നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഞാനൊരു ക്ലോത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് പൊടികൾ. നമുക്കിങ്ങനെ ഈ ക്ലോത്ത് നമ്മൾ വാഷ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ പിഴിയുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കംഫർട്ടൊക്കെ ഒഴിച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കട്ടെ. എന്നാൽ ഉറുമ്പിൻ്റെ ശല്യം, അങ്ങനെയുള്ള പാറ്റകളുടെ ശല്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും കേട്ടോ നമ്മളുടെ ഷോക്കേസിനകത്ത്. അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും അതുപോലെ ഷോക്കേസിലുള്ള ആക്സസറീസൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി അതിനകത്ത് തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഷോക്കേസിൻ്റെ ഓർഗനൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൂമൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. റൂം ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറാലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടി വൃത്തിയാക്കി ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. മാറാലൊന്നും അധികം ഉണ്ടാവാറില്ല കേട്ടോ. ഞാൻ വീക്കിലി 1 days ഞാൻ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സൺഡേ സാറ്റർഡേ വരുന്നത്, ഇന്ന് വെനസ്ഡേ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നമുക്കിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനിത് ക്ലീൻ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും. പിന്നെ നമ്മൾ എപ്പോഴും നമ്മളെ വീട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം പണി ഉണ്ടാവാറില്ല കേട്ടോ. ഫാനൊക്കെ എപ്പോഴും കയറി തുടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പണി ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഓഫീസ് ഏരിയ ആണിത്. അപ്പം ഞാൻ അതിനകത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുള്ളൂ, കാരണം അധികം മാറാലൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയും ചെറിയ ഭാഗങ്ങളിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓഫീസും ജസ്റ്റ് ഞാനൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും എനിക്ക് ഓഫീസിലൊരു പണി ഉണ്ടാവാറ് നമുക്ക് സോഫ, അതുപോലെ നമ്മളുടെ സെറ്റി ഒന്നിങ്ങനെ പൊടി തട്ടുക എന്നുള്ളതാണ് കേട്ടോ. അതിൽ പിന്നെ മോനൊക്കെ കളിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അധികം പൊടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് അതിലുള്ള തലേണ വെച്ചിട്ട് തന്നെ ഞാനത് തട്ടിയെടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓഫീസിലുള്ള ഇത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് താഴെ നിന്ന് ഫ്ലോറൊന്ന് അടിക്കാനുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് റൂമിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ എപ്പോഴും നമ്മളുടെ ടേബിളിനകത്ത് ഡിസോർഡർ ആയിട്ടാണ് ഒരുപാട് ആക്സസറീസ് കുട്ടികളുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കിടക്കാറ്. അപ്പോൾ അതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു. പിന്നെ അതിനകത്തുള്ള മാറാല തട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ട്യൂസ്ഡേ സ്കൂളിട്ട് വന്ന പാടെ യൂണിഫോമൊക്കെ കിടക്കിൽ അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്നേ ദിവസം എടുക്കാണ്ട് പിറ്റേ ദിവസം അടിക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അതും എടുത്തു. പിന്നെ നമ്മുടെ മിററൊക്കെ ഒന്ന് ക്ലോത്ത് വെച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ റൂം എപ്പോഴും ഇതിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും കേട്ടോ. ഞാൻ നമ്മളുടെ മഴക്കാലം കൂടിയല്ലേ, തുണികൾ നമ്മളുടെ ഷെഡിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങുന്ന ടൈമിൽ ഞാനിവിടെ കൊടുന്ന് വെക്കും കേട്ടോ. പിന്നെ എപ്പോഴും അത് മടക്കണം എന്ന് മനസ്സിൽ വിചാരിക്കും, പക്ഷേ മടക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ ദേഷ്യമാണ് കേട്ടോ. എനിക്ക് അത് മാത്രം ദേഷ്യമുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആവട്ടെ, 2-3 എന്തപ്പോൾ മടക്കണമെന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ കൊടുന്നുവിടും കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ഒഴിവുള്ള സമയങ്ങളിൽ മടക്കി നമ്മളുടെ വാർഡ്രോബിലേക്ക് സെറ്റാക്കി വെക്കും. അങ്ങനെ നമ്മളുടെ ഈ റൂമിനകത്തുള്ള കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ മോളുടെ ബുക്സ് എപ്പോഴും അവൾ ഇവിടെയാണ് കൊടുന്ന് വെക്കാറ്, ഷെൽഫിനകത്ത് വെക്കാറില്ല. അപ്പോൾ അതൊന്നും
കറക്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു വാർഡ്രോബിൽ, അതൊക്കെ ഒന്ന് തട്ടിയെടുത്തു കേട്ടോ. നമുക്ക് ഒരു ദിവസം സ്കൂൾ ലീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതായിട്ടുള്ള പണികൾ വീട്ടിലുണ്ടാവും. നമ്മൾ ഒരു ദിവസം ലീവല്ലേ, നമുക്കിന്ന് കുറച്ച് ആശ്വാസമാണെന്ന് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള പണികളുണ്ടാവും കേട്ടോ. എന്നാൽ തന്നെ മൗലാന ഇംഗ്ലീഷ് മീഡിയത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടായിരുന്നു. കാരണം സൺഡേ മാത്രമേ അന്ന് ഹോളിഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ സാറ്റർഡേ സൺഡേ ഫ്രൈഡേ ഹാഫ് വരെയൊക്കെയാണ് സ്കൂൾ. അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ടൈം ഉണ്ടാവും. അങ്ങനെ ഈ റൂമും ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഏകദേശം 11:30 ഒക്കെ ആയിട്ടുണ്ട് ടൈം. അപ്പോൾ പിടിച്ച് നമ്മളുടെ നോർമൽ റൈസ് വേവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. റൈസ് കുക്കറിലാകുമ്പോഴും വെന്ത് കിട്ടാൻ വേണ്ടി പണി. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു നെയ്ച്ചോറ് വെക്കാമല്ലോ എന്ന്. അതിനുള്ള വലിയ ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നെയ്ച്ചോറാണെങ്കിൽ മക്കൾക്ക് ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ചിക്കൻ കൊടുന്നത് ഇരിപ്പുണ്ട്, അതും കൂടെ വെച്ചിട്ടൊരു കറിയും വെച്ച് പിന്നെ നമുക്ക് നമ്മളുടെ വലിയ ഉള്ളിയുടെ ഒരു സുർക്ക വെച്ചിട്ടൊരു കൂട്ടാനുണ്ടല്ലോ, അതും കൂടെ ആകുമ്പോൾ പിന്നെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വലിയ ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്കൂളില്ലാത്ത ടൈമുകളിൽ നമ്മളെ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ അല്ലെങ്കിൽ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാറൊക്കെ ഉണ്ട്. എന്നാലും സ്കൂളില്ലാത്ത ടൈമുകളിൽ അവർ വീട്ടിലുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇനി 4 മണിയുടെ ടൈമിലാണെങ്കിൽ നമുക്ക് വല്ല പലഹാരങ്ങളോ ഉണ്ടാക്കുകയാണെങ്കിൽ, അതുപോലെ ലഞ്ചിനാണെങ്കിൽ ബിരിയാണി, മന്തി, നെയ്ച്ചോറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഒഴിക്കുക. അന്നത്തെ ദിവസം നല്ല ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോർമൽ റൈസിനേക്കാളും നല്ലത് നമുക്ക് പെട്ടെന്ന് തന്നെ റൈസ് കുക്കറിനകത്ത് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഞാനിതൊരു തട്ടിക്കൂട്ട് നെയ്ച്ചോറാണ് കേട്ടോ. നമ്മളുടെ കുറച്ച് സാധനങ്ങൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കയ്യിലില്ല. ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ, നെയ്യ്, വലിയ ഉള്ളി അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഇതിനകത്ത് കാണുന്നത് നമ്മളുടെ ബോക്സാണ് കേട്ടോ. എനിക്ക് കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പാട്ടും കേൾക്കണുണ്ട്. അപ്പോൾ ഞാൻ ബോക്സ് അവിടെ വെച്ചിട്ട് എൻ്റെ ഫോണിൽ പാട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് ഞാൻ എൻ്റെ നെയ്ച്ചോറ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇതിന് മുൻപ് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ല. ജസ്റ്റ് ഞാൻ ഇന്നത്തെ ജോലി എന്താണെന്നുള്ളത് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ പെട്ടതാണ് നമ്മളുടെ ഉച്ചക്ക് ലഞ്ചിന് ഉണ്ടാക്കിയിരുന്ന നെയ്ച്ചോറ്. അത് കഴിഞ്ഞ് പിന്നെ അതിലേക്കുള്ള ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തു. ക്യാരറ്റൊക്കെ വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മക്കൾക്ക് നെയ്ച്ചോറ് ബീഫ് അല്ലെങ്കിൽ നെയ്ച്ചോറ് ചിക്കൻ കറി അങ്ങനെയൊക്കെ ഒഴിവ് സമയങ്ങളിൽ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഇഷ്ടമാണ്. അപ്പോൾ അതിനും കൂടി ഒന്ന് മുൻഗണന കൊടുത്തിട്ടാണ് കേട്ടോ ഞാനെന്ത് പിന്നെ നെയ്ച്ചോറ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അതുപോലെ നമ്മൾ ഇപ്പം അങ്ങനെ പുറത്തുനിന്ന് മേടിക്കാറില്ല. അപ്പോൾ ഏകദേശം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറ് കേട്ടോ. ആദ്യം ഫുൾ ടൈം മൗലാനിയിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കൊടക്കാട് നല്ലൊരു ബിരിയാണി കിട്ടുന്നൊരു കടണ്ട്, റവാബി പറഞ്ഞിട്ട്. അതിനകത്ത് പോയി നമ്മൾ എപ്പോഴും അധിക ദിവസങ്ങളിലും അവിടുന്ന് ബിരിയാണി മേടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ബിരിയാണി മേടിക്കാറില്ല. മക്കൾക്ക് ആവശ്യമാണെന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാറാണ് കേട്ടോ. റവാബിയിലുള്ള ബിരിയാണിക്ക് വേറൊരു ടേസ്റ്റാണ്, അതെന്താണെന്ന് പറയാനറിയില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് മേടിക്കും ഇവിടെ. അങ്ങനെ ആയിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ആ വഴി പോകാത്തതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് മേടിക്കാറില്ല കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഒരു 4 നായി നമ്മളുടെ റൈസ് എടുക്കുന്നുണ്ട് കേട്ടോ, ബിരിയാണി റൈസ്. എപ്പോഴും നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ 4 നായിയാണ് റൈസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 8 നായി വേണം കേട്ടോ. അതിനനുസരിച്ചിട്ട് വേണം നമ്മളുടെ ബിരിയാണി റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേവ് കറക്റ്റ് ആവില്ല. അപ്പോൾ പഴമക്കാർ പറയുന്നത് പോലെ ഒരു അരി പുറത്ത് പോവാണ്ട് ഞാനത് അതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ വലിയമ്മയുള്ള കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അരി പോയാൽ ചിലപ്പം ആ അരി ആയിരിക്കും നമുക്ക് ബർക്കത്ത് എന്നുള്ളത്. ചോറിനൊരു ബർക്കത്ത് ഉണ്ട് ഇത്രേ, അതായിരിക്കാം ആ ബർക്കത്ത് എന്നുള്ളത്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ആ അരി ഇടുന്ന ടൈമിൽ എനിക്കതിങ്ങനെ ഓർമ്മ വരും കേട്ടോ. ഒരു അരി താഴെ പോയിട്ടുണ്ടെങ്കിൽ ഞാനത് കഴുകി അതിനകത്ത് തന്നെ ഇടും കേട്ടോ. കാരണം നമുക്ക് വലിയമ്മ പറഞ്ഞ അറിവുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ആ അരിയിലായിരിക്കും ബർക്കത്ത് ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ നെയ്ച്ചോറ് റൈസ് കുക്കറിലോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ നമ്മളുടെ
ഉള്ളി സുർക്ക നമ്മളിവിടെ പറയുക. അതുണ്ടാക്കിയെടുക്കുകയാണ്. ഉള്ളി, പച്ചമുളക്, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും കേട്ടോ. അതിനുശേഷം കുറച്ച് സുർക്ക വീഴ്ത്തി കൊടുക്കും. നമ്മുടെ ഉള്ളി സുർക്ക അങ്ങനെ റെഡിയാണ്. അത് നെയ്ച്ചോർക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. നമ്മുടെ തൈരിനേക്കാളും എനിക്കിഷ്ടം അതാണ്. അപ്പോൾ നമ്മളതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും പണിയെടുത്തതല്ലേ, അപ്പോൾ ഇങ്ങനെ വിശക്കുക. അപ്പോൾ നല്ല മാമ്പഴം ഉണ്ടായിരുന്നു വീട്ടിൽ മേടിച്ചത്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് ഓർത്തത് ചിക്കൻ കറി വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ചിക്കനും നെയ്ച്ചോറും ചിക്കൻ കൊണ്ടാട്ടനും ഒക്കെ മക്കൾക്ക് ഇഷ്ടമാണ്. പക്ഷേ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടൈമില്ല. നമ്മളുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കണമല്ലോ ഫസ്റ്റ്. ടൈമാണെങ്കിൽ ഒരുപാടാവും ചെയ്തിട്ടുണ്ട്. വീട്ടിലുള്ള പണികളൊക്കെ ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ടൈം ഒരുപാടായിട്ടുണ്ട്. അപ്പം ഞാൻ നോർമൽ ചിക്കൻ കറി തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ രാവിലെ സ്കൂളിൽ ലീവാണെങ്കിൽ എന്തെങ്കിലും ഒരു പണിക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഫുഡ് രാവിലെ തന്നെ വെക്കേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പണികളൊക്കെ എടുത്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഫുഡ് വെക്കേണ്ട ടൈം വഴുകും. പിന്നെ മക്കളുള്ളതല്ലേ, അവർക്ക് ടൈമിന് ഫുഡ് കൊടുക്കണ്ടേ. അങ്ങനെ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയും അതുപോലെ ഉള്ളി സുർക്കയും വെച്ചിട്ട് നല്ലൊരു ഡിഷായിരുന്നു ഇന്ന്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.